സോ നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മളുടെ Mi A2 എന്ന ഫോണ് അടുത്തായിട്ട് ലോഞ്ച് ചെയ്യുണ്ടായി. അത് ചൈനയിലാണ് ലോഞ്ച് ചെയ്തെങ്കിൽ പോലും വളരെ നല്ല ഫോണായിരുന്നു. സ്നാപ്ഡ്രാഗൺ 660 എന്ന പ്രോസസർ 16,000 രൂപയ്ക്ക് താഴെ തരുന്നുള്ളത് അത്ര വലിയ ചെറിയ കാര്യമല്ല. അത്രയും ഹൈ എൻഡ് ഫോണുകൾ വരുന്ന ഫീച്ചേഴ്സ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. സോ അതിന് മറുപടി എന്ന പോലെ നോക്കിയുടെ ഒരു പുതിയ ഫോണിന് ലോഞ്ച് ആകാൻ പോവാണ്. നമുക്കിപ്പോ ഫുൾ സ്പെസിഫിക്കേഷൻസ് കിട്ടിയിട്ടില്ല. നമുക്കിപ്പോ കിട്ടിയ കുറച്ച് ലീക്കും റെൻഡേഴ്സും കിട്ടിയ കുറച്ച് ഇമേജസ് ഒക്കെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, നോക്കിയയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചപ്പെട്ട അവരുടെ ഒരു സീരീസ് ആണ് നോക്കിയ എക്സിലുള്ള അവരുടെ സീരീസ് മൊബൈൽ ഫോണുകൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. സോ അവരിന്ന് അവരുടെ നോക്കിയ എക്സും നോക്കിയ X6 എന്ന ആദ്യത്തെ രണ്ട് മോഡലുകൾ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. സോ നമുക്ക് അതിന് കുറച്ച് ലീക്കും റെൻഡേഴ്സും കിട്ടിയിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം, എന്തൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ്. ഫുള്ള് നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കുക, അതാണ് എന്റെ ചാനലിന്റെ ലക്ഷ്യം. സോ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇനി ഫുൾ സ്പെസിഫിക്കേഷൻ നമ്മുടെ ഫോൺ ലോഞ്ചിന് ശേഷം നിങ്ങളിലേക്ക് ഞാൻ തീർച്ചയായും എത്തിക്കുന്നതായിരിക്കും. ഇപ്പൊ ഫോൺ ഇന്ന് തന്നെ ലോഞ്ച് ആണെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സോ അത് ലോഞ്ച് ചെയ്യുന്ന മുമ്പ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. നമുക്ക് ആദ്യം നോക്കിയ X6ന്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ഈ ഫോണ് നമുക്ക് 5.8 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് തരുന്നത്. സോ നമ്മുടെ iPhone 10 നമ്മൾ കണ്ട പോലെ തന്നെ മേലെ ഒരു നോച്ചും അവൈലബിൾ ആണ്. ഇപ്പൊ എല്ലാം iPhone 10 അതേ ലുക്കിലാണ് വരുന്നത്. കുറച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബെസൽസ് വളരെ ചെറുതാണ്. മറ്റുള്ള നമ്മുടെ നോർമൽ ഫോണുകളിലൊക്കെ 18:9 ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മുടെ ഫോൺ വരാറുള്ളത്. എങ്കിൽ പോലും ഈ ഫോണിൽ 19:9 ആസ്പെക്ട് റേഷ്യോ. അതുകൊണ്ട് തന്നെ ബെസൽസ് പിന്നെയും ഒരുപാട് ചെറുതാവും. വളരെ ബെസൽലെസ് ഫോൺ തന്നെ നമുക്ക് പറയാം. ബെസലേ ഉണ്ടായില്ല, ഫുൾ സ്ക്രീൻ പോലെ തന്നെയാണ് മേലൊരു നോച്ച് നമുക്ക് അവൈലബിൾ ആണ്. 1080x2280 ആണ് ഇതിന്റെ പിക്സൽസ് റെസല്യൂഷൻ. ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയ 7+ പോലെ തന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. അതേ ഒരു മോഡൽ തന്നെയാണ് അവര് ഡിസൈൻ ചെയ്ത് നമുക്ക് കിട്ടിയ റൂമേഴ്സ് പ്രകാരം. കുറച്ച് പിക്ചേഴ്സ് എനിക്ക് കിട്ടിയതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അടിയിലൊരു ഫിംഗർ പ്രിന്റ് സെൻസർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആണ് നമുക്ക് കിട്ടിയത്. 2 ഡുവൽ ക്യാമറാസ്, അടിയിലൊരു ഫ്ലാഷ് ലൈറ്റ്, അതിനടിയിൽ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ. നമുക്ക് ഈ ഫോൺ എത്ര വേരിയന്റ് ഉണ്ടെന്ന് നോക്കാം അല്ലെ. 4GB RAM 64GB റോമും 6GB RAM 128GB റോമുമാണ് ഈ ഫോണിന്റെ രണ്ട് മോഡൽസ്. ഈ മോഡൽസിൽ നമുക്ക് ഏതൊക്കെ പ്രോസസർ വരുന്ന നോക്കാം അല്ലെ. ഈ ഫോണിന്റെ പ്രോസസർ മെയിൻ കാര്യം. നമ്മുടെ പ്രൈസ് റേഞ്ചസ് നോക്കുമ്പോൾ നമുക്ക് പ്രോസസർ ആണുള്ളത്. തീർച്ചയായും പ്രോസസറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രോസസറിൽ വരുന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എനിക്ക് കിട്ടിയ റൂമേഴ്സ് പ്രകാരം 4GB RAM 64GB റോം വരുന്നത് ഹീലിയോ P20 എന്ന പ്രോസസറിലാണ് വരുന്നത്, ഹീലിയോ ടെക് P20. പിന്നെ 6GB RAM 128GB റോമിൽ എനിക്ക് ആക്ച്വലി ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് 2 പ്രോസസർ കിട്ടി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. സ്നാപ്ഡ്രാഗൺ 636 എന്ന് പറയുണ്ടായി, സ്നാപ്ഡ്രാഗൺ 660 എന്ന് പറയുണ്ടായി. സോ 660 ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, കുറച്ചുകൂടി നല്ല ഫാസ്റ്റ്, കുറച്ചുകൂടി ആക്യുറസി, നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ നമ്മുടെ ടാസ്കുകൾ ചെയ്യാൻ സാധിക്കും. ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 12+12 2 ക്യാമറ 12 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ എന്നുള്ള 2 ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ഇതിൽ പിന്നെ ആൻഡ്രോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 8.18 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓറിയോ തന്നെ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. എന്നിട്ട് റെൻഡേഴ്സ് പ്രകാരം നമുക്ക് ബാറ്ററിന്റെ എത്ര മില്ലി ആംപയർ ആണെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ്. സോ ഇതെല്ലാം നമുക്ക് കിട്ടിയ റെൻഡേഴ്സ് മാത്രമാണ്. അവർ തന്ന ഫോട്ടോ, അവരുടെ ലീക്കായ ഫോട്ടോസും ലീക്കായ സ്പെസിഫിക്കേഷൻസും നമുക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് പങ്കുവെച്ചത്. ഫോൺ ഇന്ന് തന്നെ ലോഞ്ച് ആകും. April 27 അവർ പറഞ്ഞിരിക്കുന്ന ലോഞ്ച് ഡേറ്റ്. ചൈനയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം അതിന്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയായിരിക്കും, ഇതുമായിട്ട് എത്രത്തോളം മാച്ച് ആവുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു എക്സ്ട്രാ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നോ നാളെയോ ആയിട്ട്. സോ നമുക്ക് ആ ഫോണിന്റെ പ്രൈസിലേക്ക് കിടക്കാം അല്ലേ. നമ്മുടെ 4GB RAM 64GB റോം ബേസ് മോഡൽ വരുന്ന വില എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16,800 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മുടെ 6GB RAM 128GB റോം വരുന്നത് ഏകദേശം 18,800 അല്ലെങ്കിൽ 19,000 രൂപയുടെ വില വരുന്നതാണ്. നമുക്ക് വില വെച്ച് വളരെ നല്ല ഫീച്ചേഴ്സ് ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 660 ആണെങ്കിൽ വളരെ നല്ലതാണ്. Mi A2 നല്ല കോമ്പറ്റീറ്റർ ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 636 ആണെങ്കിൽ കുറച്ച് പിന്നോക്കം പോയി. Redmi Note 5 Pro നമുക്ക് ആ പ്രോസസർ ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അവരുടെ പ്രൈസ് ഇനി വല്ല വേരിയേഷൻസ് വരുത്തുമോ, അങ്ങനെയാണ്. നമ്മൾ ചൈന പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഈ പ്രൈസ് റേഞ്ച് വരുന്നത്. സോ ഫോണിൽ തന്നെ ലോഞ്ച് ആകാൻ നമുക്ക് നോക്കാം. നോക്കിയ Xന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അവൈലബിൾ അല്ല. നോക്കിയ X6ന്റെ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുമായി അത് പങ്കുവെച്ചു എന്ന് മാത്രം. സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഉപകാരപ്രദമായ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ കൂടി പ്രസ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ വളരെ വേഗത്തിൽ